സ്ത്രീകളാണ്. സ്ത്രീ ഉള്ളത് കൊണ്ടാണ് ലോകം നിലനിൽക്കുന്നത്. പൊളിറ്റിക്കലായിട്ടുള്ള സംവിധാനം പോലും നിൽക്കുന്നത് സ്ത്രീ ഉള്ളത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ സംവിധാനമൊന്നും നിൽക്കില്ല. അപ്പോൾ സ്ത്രീകളുടെ ശക്തിയെക്കുറിച്ച് സ്ത്രീകൾ കൂടുതൽ അറിയുന്ന തലത്തിലേക്ക് നമ്മളൊന്നും വരേണ്ടതുണ്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതിൽ നിറങ്ങളില്ലാത്ത സ്ത്രീകൾ, അതിൽ BJP സ്ത്രീയോ കോൺഗ്രസ് സ്ത്രീയോ ആദിവാസി സ്ത്രീയോ ഹിന്ദു സ്ത്രീയോ മുസ്ലിം സ്ത്രീയോ ഒന്നും അതിനകത്ത് ഉണ്ടാവേണ്ട സ്ത്രീകളാണ്. അങ്ങനെ സ്ത്രീകളുടെ ഒരു ഏകീകൃത സിസ്റ്റത്തിലേക്ക് നമ്മൾ കൊണ്ടുവന്നാൽ ഇപ്പോഴുള്ള എല്ലാ പൊളിറ്റിക്കലും ചേഞ്ച് വരുത്തിയിട്ട് ഈ തുല്യതയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. പക്ഷേ ഈ നിറങ്ങളുടെ പേരിൽ നമ്മളെയൊക്കെ വിഭജിക്കുന്നതല്ലാതെ അത് നമ്മളൊന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. ഇതിൻ്റെ പേരിലാണ് ആളുകളെ കുടുംബശ്രീ എടുത്താലും മറ്റ് സംവിധാനങ്ങൾ എടുത്താലും ഈ ഓരോ കാര്യങ്ങൾ എടുത്താലും അതിലൊക്കെ ഓരോ കാര്യത്തിൻ്റെ ഇതിൽ നമ്മളെ ഇങ്ങനെ അകറ്റി മാറ്റി നിർത്തിക്കൊണ്ടിരിക്കുക. സ്ത്രീ ലോകത്തിൻ്റെ ഒരു വലിയ ശക്തിയാണ്. അത് എല്ലാവർക്കും അറിയാം. പക്ഷെ സ്ത്രീക്ക് മാത്രം അത് അറിയില്ല എന്നുള്ളതാണ് അതിൻ്റെ വലിയൊരു പരാജയം നമ്മുടെ മുമ്പിലുണ്ട്. സ്ത്രീയുടെ ശക്തി സ്ത്രീ ആയിട്ടുള്ള നമ്മൾ അറിയാതെ ആരും നമുക്കിത് പറഞ്ഞു തരില്ല എന്നുള്ളതാണ് നമ്മൾ അറിയുന്നത്. ഏതായാലും ഈ തുല്യ പ്രാതിനിധ്യം പ്രസ്ഥാനം വന്നത് ഇത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ വരേണ്ടതായിരുന്നു. എന്നാൽ അതിന് ഒരു ചെറിയ ചലനം അവിടെ ഇവിടേക്ക് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇത് വളരെ വൈകി വന്നതുകൊണ്ട് ഇനി ഒട്ടനവധി എണ്ണയിട്ട യന്ത്രം പോലെയുള്ള ഒരു പ്രവർത്തനത്തിന് ആവശ്യമാണ്. ആ രീതിയിലേക്ക് ഇത് മുമ്പോട്ട് പോകേണ്ടത്. ഇപ്പൊ പൊളിറ്റിക്കൽ ലെവലിലും ഒരു പ്രാവശ്യം നമ്മൾ സ്ത്രീകളെല്ലാം വോട്ട് ചെയ്തില്ല എന്ന് തീരുമാനിക്കും. എന്തായാലും കേരളത്തിൽ സംഭവിക്കുന്നത് 50 സ്ത്രീകളെല്ലാം നോക്കി നിർത്തിയിട്ട് ഇനി വോട്ട് ചെയ്യാൻ പോകും. പക്ഷെ അങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് നമ്മൾക്ക് ഒരു നിലപാടിലേക്ക് വരാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ചാരിയിരിക്കുന്ന ഒരുപാട് സംവിധാനങ്ങളുണ്ട്. അതാണ് നമ്മളെ ഈ ഓരോ സംവിധാനത്തിൽ നിന്നും ഒരേടി വേർക്കോട്ട് ഇങ്ങനെ ചവിട്ടാനുള്ളൊരു അവസരം ഉണ്ടാകുന്നത്. അപ്പോൾ അതിനെ എങ്ങനെയാണ് നമുക്ക് മറികടക്കാൻ പറ്റും? ഏത് രീതിയിലാണ് അതിനെ ആ ഒരു സ്റ്റെപ്പ് താഴെ വരാതെ അത് മുമ്പോട്ട് ചവിട്ടാൻ പറ്റുന്ന ഒരു സാഹചര്യത്തെ നമ്മൾ സ്ത്രീകൾ സ്വയം സൃഷ്ടിച്ചെടുക്കേണ്ടതുണ്ട്. നിലവിൽ ആ ഒരു പ്രക്രിയ ഇല്ല. പക്ഷെ അത് നമ്മൾ സൃഷ്ടിച്ചാൽ അത് കൃത്യമായിട്ട് നടക്കും. ആ കാര്യത്തിൽ തർക്കവുമില്ല. ഇപ്പോൾ ലോകത്തിൽ മനുഷ്യൻ വിചാരിച്ചാൽ നടക്കാത്തതൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ മനുഷ്യൻ വിചാരിച്ചാൽ നടക്കാത്തത് ചിലതുണ്ട്. ഇപ്പോൾ രാവിലെ നേരം വെളുത്ത് ഇരുട്ടാവുന്നതിന്